നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൂര്യനെ അറിയാൻ ആദിത്യ L1 കുതിച്ചുയർന്നു. വിക്ഷേപണം വിജയകരമെന്ന് ISRO. ഇന്ത്യക്ക് ഇത് ചരിത്ര നിമിഷം. ഉപഗ്രഹം ലഗ്രാഞ്ച് പോയിന്റിലേക്ക് യാത്ര തുടങ്ങി. കുപ്രസിദ്ധ മോഷ്ടാവ് അട്ട ഗിരീഷ് പിടിയിലായത് കണ്ണൂർ ടൗണിൽ നിന്നും. നിരവധി കവർച്ച, ഭവനഭേദന കേസുകളിലെ പ്രതിയെയാണ് എടക്കാട് പോലീസ് പിടികൂടിയത്. പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടനയുടെ ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്നില്ലെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. ചികിത്സാ പിഴവുകളിൽ നിന്നും രോഗികളെ രക്ഷിക്കാൻ ഈ ദിനം ആചരിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഒബ്സർവേറ്ററി ദൗത്യമായ ആദിത്യ L1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹത്തെ മുൻകൂർ നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ കൃത്യമായി സ്ഥാപിച്ചതായി ISRO മേധാവി S. സോമനാഥ് പറഞ്ഞു. ഇതോടെ ഉപഗ്രഹം ലഗ്രാഞ്ച് പോയിന്റ് ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിക്കുമെന്നും 125 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്രയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നും PSLV C-57 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ഭൂമിയോടടുത്ത ഭ്രമണപഥത്തിൽ 16 ദിവസം തുടരുന്ന ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം 5 തവണയായി ഉയർത്തുകയും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരം വേഗം കൈവരിക്കുകയും ചെയ്യും. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ചസ് പോയിന്റ് 1-ലാണ് ഉപഗ്രഹത്തെ എത്തിക്കുക. 5 വർഷവും 8 മാസവുമാണ് ദൗത്യത്തിന്റെ കാലാവധി. സൂര്യന്റെയും ഭൂമിയുടെയും ആകർഷണ വലയത്തിൽപ്പെടാതെ ഹാലോ ഓർബിറ്റിലാണ് ഉപഗ്രഹം സഞ്ചരിക്കുക. 1500 കിലോഗ്രാം ഭാരമുണ്ട് ഇതിന്. വിസിബിൾ ലൈൻ എമിഷൻ, കൊറോണോഗ്രാഫ്, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, പ്ലാസ്മ അനലൈസിംഗ് പാക്കേജ് ഫോർ ആദിത്യ, മാഗ്നറ്റോമീറ്റർ, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിങ്ങനെ 7 പരീക്ഷണോപകരണങ്ങളാണ് ആദിത്യ L1-ൽ ഉള്ളത്. സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ ഉൾപ്പെടെ സൂര്യനെക്കുറിച്ചുള്ള വിശദ പഠനമാണ് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സൂര്യന്റെ റേഡിയേഷനും കാന്തിക വികിരണങ്ങളും ഭൂമിയെ ബാധിക്കുന്നതിന് മുമ്പ് പഠിക്കാനും അറിയാനും ഈ ദൗത്യത്തിലൂടെ സാധിക്കും. സൂര്യന്റെ പുറംഭാഗത്തെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം അത് ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠന വിധേയമാക്കും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ കണ്ണൂർ വാരിയേഴ്സ് ചാരിറ്റബിൾ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നാളെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 3 പയ്യന്നൂർ NSS കോളേജിൽ രാവിലെ 10 മുതൽ വൈകിട്ട് വരെ നടക്കുന്ന പരിപാടി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ P. കാർത്തിക് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ നിർധനരായ രോഗികൾക്കും അതുപോലെ തന്നെ സഹായങ്ങൾ ആവശ്യമായി വന്ന സാധാരണക്കാർക്കും കൈത്താങ്ങായി നിൽക്കുകയും അതുപോലെ തന്നെ ചെറുപ്പക്കാരായ യുവാക്കൾക്കും വളർന്നു വരുന്ന തലമുറകളായ കുട്ടികൾക്കും സൈന്യത്തിലേക്ക് ചേരുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ പഠനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള സഹായങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്നു. സൈന്യത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷവും സൈന്യത്തിൽ തുടരുന്നതിനോടൊപ്പം തന്നെ നാട്ടിലുള്ള ജനങ്ങളുടെ കഷ്ടതകളും യാതനകളും ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിന്ന് കൊണ്ട് കർത്തവ്യബോധത്തോടെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ശൗര്യചക്ര മനേഷ് PV അധ്യക്ഷത വഹിക്കും. ലഫ്റ്റനന്റ് കേണൽ സുരേന്ദ്രൻ MK മുഖ്യാതിഥിയാകും. കണ്ണൂർ വാരിയേഴ്സിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിലേക്ക് ചേരുന്നതിനുള്ള ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ വിവിധ സൈനിക സംഘടനാ ഭാരവാഹികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ റിട്ടയർഡ് സുബേദാർ അജയ് KV, ജയരാജ് P, ഹവിൽദാർ രാജേഷ് K തുടങ്ങിയവർ പങ്കെടുത്തു. കുപ്രസിദ്ധ കവർച്ചക്കാരൻ ചിറക്കൽ സ്വദേശി ഗിരീഷ് അഥവാ അട്ട ഗിരീഷിനെ എടക്കാട് പോലീസ് ശനിയാഴ്ച പുലർച്ചെ കണ്ണൂർ നഗരത്തിൽ നിന്നും പിടികൂടി. കണ്ണപുരം, വളപട്ടണം, കണ്ണൂർ ടൗൺ, എടക്കാട് തുടങ്ങിയ സ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി ഭവനഭേദന കേസുകളിലെ പ്രതിയാണ് ഇന്ന് പുലർച്ചെ എടക്കാട് പോലീസിന്റെ പിടിയിലായ അട്ട ഗിരീഷ്. 2006 മുതൽ ഭവനവേദന കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഗിരീഷ്. ഇവിടെ കളവ് നടത്തി തമിഴ്നാട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ് പതിവ്. ഭാര്യയുടെ മൊബൈൽ നമ്പർ പിന്തുടർന്നു വരികയായിരുന്നു പോലീസ്. ഇന്നലെ കണ്ണൂർ ടൗണിൽ രാത്രി 10 മണിയോടെ എത്തിയ പ്രതി ലോഡ്ജിൽ റൂമെടുത്ത കാര്യം മനസ്സിലാക്കിയ എടക്കാട് പോലീസ് പുലർച്ചെ 3 മണിക്ക് റൂമിലെത്തി പിടികൂടുകയായിരുന്നു. 2014 എടക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് നടന്നത്. ജനതാദൾ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും മുതിർന്ന അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് T. നിസാർ അഹമ്മദിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചേംബർ ഹാളിൽ നടന്ന അനുസ്മരണ സദസ്സ് മുൻ MP സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രം നിർണായകമായ ഒരു അവസ്ഥ
അവസ്ഥയിൽ എത്തിനിന്ന സന്ദർഭത്തിൽ അതാണ് വളരെ ആകർഷികമായി അപ്രതീക്ഷിതമായി ജനതാ പാർട്ടി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ അവസ്ഥകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ പ്രഖ്യാപിക്കപ്പെട്ട കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയേക്കാൾ രൂക്ഷവും ഭീകരവുമായ അവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിപത്തിനെ എങ്ങനെ തടയാം, പ്രതിരോധിക്കാം, അതിനുള്ള കൂട്ടായ ശ്രമത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. ഉന്നത മാർക്ക് വാങ്ങിയ വിജയികൾക്കുള്ള അനുമോദനം ചടങ്ങിൽ നടന്നു. അഡ്വക്കേറ്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. എടയത്ത് ശ്രീധരൻ, പി സന്തോഷ് കുമാർ MP, KP മോഹനൻ MLA, പി രാജേഷ്, KK രാമചന്ദ്രൻ, CK പുരുഷോത്തമൻ, U ബാബു, ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. സൂര്യനെ അറിയാൻ ആദിത്യ L1 കുതിച്ചുയർന്നു. വിക്ഷേപണം വിജയകരമെന്ന് ISRO. ഇന്ത്യക്കിത് ചരിത്ര നിമിഷം. ഉപഗ്രഹം ലഗ്രാഞ്ച് പോയിന്റിലേക്ക് യാത്ര തുടങ്ങി. കുപ്രസിദ്ധ മോഷ്ടാവ് അട്ടഗിരീഷ് പിടിയിലായത് കണ്ണൂർ ടൗണിൽ നിന്നും. നിരവധി കവർച്ച, ഭവനഭേദന കേസുകളിലെ പ്രതിയെയാണ് എടക്കാട് പോലീസ് പിടികൂടിയത്. പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടനയുടെ ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്നില്ലെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. ചികിത്സാ പിഴവുകളിൽ നിന്നും രോഗികളെ രക്ഷിക്കാൻ ഈ ദിനം ആചരിക്കണമെന്നും ആവശ്യം. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം, 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടൂ. ഗോപു നന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂറ്റൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്.
13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ INA നേതൃത്വത്തിൽ സെപ്റ്റംബർ 4 രാവിലെ 10 ജില്ലയിലെ എല്ലാ ആശുപത്രിയിൽ നിന്നും നഴ്സുമാരെ പങ്കെടുപ്പിച്ച് കലക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിനിമം വേതനം പുതുക്കുന്നതിന്റെ സമയപരിധി കഴിഞ്ഞിട്ടും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും അതിനാൽ പണിമുടക്ക് സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് കലക്ടറേറ്റ് മാർച്ച് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പം നഴ്സുമാരുടെ ശമ്പളം പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2017 പിണറായി സർക്കാർ ഒരു മിനിമം വയസ്സ് പ്രഖ്യാപിച്ചത്. 5 വർഷം കഴിഞ്ഞ പുതിയ ശമ്പള പരിഷ്കരണം വേണമെന്ന് നിയമമുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടൊരു ശമ്പള പരിഷ്കരണം വന്നിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്ത് പല മേഖലയിൽ ചെറിയ രീതിയിലുള്ള പല സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആക്ച്വലായിട്ടുള്ളൊരു ശമ്പള പരിഷ്കരണത്തിനുള്ള വേദി ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാർ IRC കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടെങ്കിലും കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഒരു മീറ്റിംഗ് പോലും സർക്കാർ വിളിക്കുന്നില്ല. നമ്മൾ നിവേദനങ്ങൾ കൊടുക്കാന്നല്ലാതെ അതിലൊരു റെസ്പോൺസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല. അപ്പോൾ മാനേജ്മെൻറ്റുകൾ കഴിഞ്ഞ മിനിമം വയസ്സിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് ആ കോടതി ആദ്യം സ്റ്റേ കൊടുത്തു. മിനിമം വയസ്സ് പ്രഖ്യാപിച്ചതിൽ അപാകത ഉണ്ടെന്നുള്ള മാനേജ്മെൻറ്റുകളുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ആ മിനിമം വയസ്സ് റദ്ദ് ചെയ്യുകയും 3 മാസം കൊണ്ട് പുതിയ മിനിമം വയസ്സ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനം ആ പുതിയ മിനിമം വയസ്സ് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോടതി വിധി വിശദീകരിക്കാൻ വേണ്ടി IRC ഒരു മീറ്റിംഗ് വിളിച്ചു എന്നല്ലാതെ അതിൻ്റെ ഫർദർ മൂവ്മെൻറ്റിലോട്ട് പോവാതെ അതിങ്ങനെ സർക്കാരിൻ്റെ ചുവപ്പ് നട കിടന്ന് ഇത് ചെയ്യുന്നൊരവസ്ഥ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നഴ്സിംഗ് ജീവനക്കാരുടെ അടിസ്ഥാന വേതനം 39,300 രൂപയായി വർദ്ധിപ്പിക്കുക. മുൻകാല പ്രാബല്യത്തോടുകൂടി സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ആംബുലൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാർ വേതനമായ 39,300 രൂപ അടിസ്ഥാന വേതനമായി വർദ്ധിപ്പിക്കുക. എല്ലാ സ്വകാര്യ സഹകരണ നഴ്സിംഗ് കോളേജ് അധ്യാപകർക്കും UGC പ്രകാരമുള്ള ശമ്പള വർധനവ് നടപ്പിലാക്കുക. പ്രവൃത്തി പരിചയം അടിസ്ഥാനമാക്കി ശമ്പള വർധനവ് നടപ്പിലാക്കുക. നഴ്സുമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളം നൽകുക. ആശുപത്രികളെ ബെഡുകൾ അടിസ്ഥാനമാക്കുന്നതിന് പകരം ഗ്രേഡ് അനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് AE, സംസ്ഥാന വൈസ് പ്രസിഡന്റ് റെജിമോൾ, സംസ്ഥാന കമ്മിറ്റി അംഗം നിമ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റിനിൽ വാഹനാപകടം, 4 മലയാളികൾ ഉൾപ്പെടെ 5 മരണം. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയും ഇവർ സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മൊഹറഖിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ് മരിച്ച 5 പേരും. കോഴിക്കോട് സ്വദേശി VP മഹേഷ്, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ജഗത് വാസുദേവൻ, തൃശൂർ ചാലക്കുടി സ്വദേശി ഗൈദർ ജോർജ്, തലശ്ശേരി സ്വദേശി അഖിൽ രഘു എന്നിവരാണ് മരിച്ച മലയാളികൾ. തെലങ്കാന സ്വദേശി സുമൻ രാജണ്ണയാണ് മരിച്ച 5ാമൻ. സൽമാബാദിൽ നിന്നും മുഹറക്കിലേക്ക് പോകുമ്പോഴാണ് മലയാളികൾ ഉൾപ്പെട്ട സംഘം അപകടത്തിൽപ്പെടുന്നത്. മൃതദേഹങ്ങൾ സൽമാനിയ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാറിൽ കടത്തുകയായിരുന്ന വൻ കർണാടക മദ്യശേഖരവുമായി പ്രതി പിടിയിൽ. മംഗലാപുരം ജപ്പന മുഗാരു ഘോരിഗുഡെ സ്വദേശി M ബാലകൃഷ്ണനെയാണ്
മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ ആർ റിനോഷും സംഘവും പിടികൂടിയത്. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ കാസർഗോഡേക്ക് കടത്തുകയായിരുന്ന 50 കാർഡ്ബോർഡ് പെട്ടികളിലാക്കി സൂക്ഷിച്ച 2400 ടെട്ര പാക്കറ്റ് കർണാടക മദ്യശേഖരം പിടികൂടിയത്. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ സുരേഷ് ബാബു കെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഇജാസ് പി പി, മഞ്ജുനാഥൻ വി, സബിത്ലാൽ വി ബി, ഡ്രൈവർ സത്യൻ കെ ഇ എന്നിവരും ഉണ്ടായിരുന്നു. കേരള ഗണക കണിശ സഭ KGKS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബമേളയും അനുമോദനവും സംഘടിപ്പിച്ചു. ജവഹർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് PM പുരുഷോത്തമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP മധുസൂദനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഷാജി പയ്യന്നൂർ, ശശിധരൻ പട്ടയത്ത്, രമേശൻ നമ്പ്യാർ, രമേശൻ ജോത്സ്യർ, N ഷാജി ജോത്സ്യർ, രാമചന്ദ്രൻ പട്ടാനൂർ, K അജിത, ബൈജു ജോത്സ്യർ, പ്രമോദ് ജോത്സ്യർ, PV പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബമേളയിൽ കലാപരിപാടികളും അരങ്ങേറി. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയ കണ്ണൂർ എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ PP ജനാർദ്ദനനെ ആദരിച്ചു. നമ്മുടെ ജോലിയിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജസ്റ്റ് ഒരു ദിവസത്തെ കാര്യം ഞാൻ പറയാം. ഇന്നലെ രാവിലെ തന്നെ ഡ്യൂട്ടി തുടങ്ങി. അതിനുശേഷം വൈകുന്നേരം ഇന്ന് രാവിലെ 5 മണിക്ക് ഒരു സ്ഥലത്ത് സെർച്ച് നടത്താനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വിവരം കിട്ടി. അപ്പോൾ കുറച്ചൊക്കെ 5 മണിക്ക് കൊണ്ടുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വിട്ട് ഞാൻ ഓഫീസ് നടക്കുമ്പോൾ 7:30 മണിയായി. 7:30 മണിയായിട്ട് സെപ്റ്റംബർ 17 പേഷ്യൻ സേഫ്റ്റി ഡേ ആചരിക്കണമെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. അലോപ്പതി ചികിത്സയുടെയും ചികിത്സകരുടെയും തകരാറുകൾ കൊണ്ട് അപകടത്തിലാകുകയും മരിക്കുകയും ചെയ്യുന്ന രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 ആചരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി പ്രസ് ക്ലബ്ബിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ ആവശ്യപ്പെടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കണം. കഴിയുന്നതും അപകട സാധ്യതയുള്ള ചികിത്സകൾ പോകാതിരിക്കണം. ഒരപകട സാധ്യതയില്ലാത്ത രീതികൾ ധാരാളമുണ്ട്. അത് പ്രകൃതി ചികിത്സയായിട്ടും നാട്ടു ചികിത്സകളായിട്ടും ആയുർവേദ ചികിത്സയായിട്ടും ഹോമിയോ ചികിത്സയായിട്ടും അപകട സാധ്യത കുറേശ്ശെ കൂടുന്ന ചികിത്സാ രീതികളുണ്ട്. അത് നോക്കിയിട്ട് മാറിയില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള അലോപ്പതിക്ക് പോകാം. ഇപ്പോൾ വളരെ വലുതായിപ്പോയൊരു ഹെർണിയ മറ്റു ചികിത്സകളിൽ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുറിച്ച് കളയേണ്ടതായിട്ട് വരും. ഒരു പ്രസവം നടക്കാതെ വരുന്നൊരവസ്ഥ വന്നാൽ അലോപ്പതി വേണ്ടി വരും. അത് ചരക മഹർഷി ഇന്ത്യയിൽ തുടങ്ങിയതാണ് ശസ്ത്രക്രിയ. അത് അവർ തട്ടിയെടുത്ത് കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആയുർവേദക്കാർക്കും പ്രകൃതി ഡോക്ടർമാർക്കും ഒക്കെ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്താൽ. ആശുപത്രിയിലേക്ക് പോകുന്ന 10 രോഗികളിൽ 4 പേർക്കും ചികിത്സാ പിഴവുകളുടെ ദോഷഫലങ്ങളാണ് കിട്ടുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലിൽ നിന്നാണ് ചികിത്സാ പിഴവുകളിൽ നിന്നും രോഗികളെ രക്ഷിക്കാൻ ഒരു ദിവസം ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി ലോകാരോഗ്യ സംഘടന പേഷ്യൻ സേഫ്റ്റി ഡേ ആയി സെപ്റ്റംബർ 17 ആചരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാനും വേണ്ട വിധത്തിൽ ആചരിക്കാനും തയ്യാറായിട്ടില്ല. മരുന്നുകളുടെ ദോഷഫലങ്ങൾ, മരുന്ന് നൽകുന്നതിലെ അപാകതകൾ, രോഗനിർണയത്തിലെയും ലാബ് ടെസ്റ്റുകളുടെയും അപാകതകൾ, രോഗികളെ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധ എന്നിവകൾ കൊണ്ട് ഓരോ വർഷവും 1340 ലക്ഷം പേർക്കാണ് ചികിത്സയുടെ പിഴവുകൾ മൂലമുള്ള ഗതികേടുകൾ ഉണ്ടാകുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ചികിത്സാ പിഴവുകളെ കുറിച്ച് ഗൌരവപൂർവ്വം പഠിക്കുകയും രോഗികളുടെ സുരക്ഷയ്ക്ക് കൂടെ കർശനമായ നിയമം കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, TPR നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ നേരാണ് നിലപാട് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ISM സംസ്ഥാന ക്യാമ്പിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടനം സെപ്റ്റംബർ 5 വൈകുന്നേരം 4:30 കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാതല പ്രചരണ സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്യും. മുജാഹിദീൻ അതിൻ്റെ പോഷക ഘടകമായ യുവഘടകമായ ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീൻ അഥവാ ISMന്റെ സംസ്ഥാന സമ്മേളനം ഡിസംബർ 23-24 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രചാരണോദ്ഘാടനം ബഹുമാന്യനായ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബിൻ്റെ ചോദ്യോത്തര
പരിപാടിയിൽ കൂടിയാണ് ആരംഭിക്കുന്നത്. സമ്മേളനത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബറിന്റെ നേതൃത്വത്തിൽ തുറന്ന സംവാദം നടക്കും. ഇസ്ലാമിക ശരീഅത്ത് സംബന്ധിച്ച സദസ്യരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിമർശനങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ സുൽഫിക്കർ അലി, MM അക്ബർ, ഷെരീഫ് മേലേതിൽ, ഡോക്ടർ AA ബഷീർ, ഷാഹിദ് മുസ്ലിം ഫാറൂഖി തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തും. വാർത്താ സമ്മേളനത്തിൽ ISM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹസൻ കുഞ്ഞി അരിപ്പാമ്പ്, സെക്രട്ടറി മുഹമ്മദ് അക്രം, COT ട്രഷറർ റാഷിദ് മുണ്ടേരി, കണ്ണൂർ മണ്ഡലം സെക്രട്ടറി K നിസാമുദ്ദീൻ, സഫ്വാൻ ചാലാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5520 രൂപ, പവന് 44,160 രൂപ, വെള്ളി 80 രൂപ. അറിയിപ്പ്. കൂടിക്കാഴ്ച 4 കതിരൂർ GVHSS VHSC വിഭാഗത്തിൽ ഒഴിവുള്ള വൊക്കേഷണൽ ടീച്ചർ ഇൻ DNH-ൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 4 രാവിലെ 10 മണിക്ക് സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. ഫോൺ നമ്പർ 7510153055. ട്രാൻസ്മാൻ അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്മാൻ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങളുമായി സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാവണം. റൂട്ട്സെറ്റ് ബാങ്ക് വായ്പാ മേള. റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാനറ ബാങ്ക്, റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആർട്ടെ, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവ ചേർന്ന് സെപ്റ്റംബർ 5 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വായ്പാ മേള സംഘടിപ്പിക്കുന്നു. സംരംഭകത്വ വായ്പ, ഭവന, കാർഷിക വായ്പകൾ എന്നിവയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി സമ്മതപത്രം നൽകുകയും ശാഖകൾ വഴി വായ്പ ലഭ്യമാക്കുകയും ചെയ്യും. കാനറ ബാങ്ക് ഉദ്യോഗസ്ഥർ വിവിധ വായ്പകൾ വിശദീകരിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസ് വിവിധ സബ്സിഡി പദ്ധതികളെക്കുറിച്ച് സംസാരിക്കും. കാനറ ബാങ്ക് റീജിയണൽ മാനേജർ AU രാജേഷ് മുഖ്യാതിഥിയായിരിക്കും. വായ്പാ മേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9947802434 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് റൂട്ട്സെറ്റ് അധികൃതർ അറിയിച്ചു. സീറ്റ് ഒഴിവ്. ചൊക്ലിയിലെ തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ BA ഹിസ്റ്ററി, BCom, DAC കോഴ്സുകളിൽ PWD വിഭാഗത്തിലും BCom കോഴ്സിൽ EWS വിഭാഗത്തിലും സീറ്റ് ഒഴിവുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 2 വൈകിട്ട് 5 മണിക്കകം കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ലേലം. കുടിശ്ശിക ഈടാക്കുന്നതിനായി ജപ്തി ചെയ്ത എരുവേശി അംശം ദേശം ആയിരിക്കണം. 5 ലക്ഷം രൂപ വരെ 7%, അതിന് മുകളിൽ 8%മാണ് പലിശ നിരക്ക്. വായ്പാ തുക 60 തുല്യ മാസഗഡുക്കളായി തിരിച്ചടക്കണം. ഈ ഓട്ടോ വാങ്ങുന്നതിന് പ്രത്യേക വായ്പ നൽകും. തുകയ്ക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാഫോറത്തിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04972705036 9400068513. കാലാവസ്ഥ. സംസ്ഥാനത്ത് തിങ്കൾ മുതൽ മഴ കനക്കും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്, ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തിങ്കൾ മുതൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ആഴ്ച ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടായിരിക്കും. കഴിഞ്ഞ രാത്രി പെയ്ത അതിതീവ്ര മഴയുടെ അന്തരീക്ഷം പത്തനംതിട്ടയിൽ ഇപ്പോഴും തുടരുകയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൂര്യനെ അറിയാൻ ആദിത്യ L1 കുതിച്ചുയർന്നു. വിക്ഷേപണം വിജയകരമെന്ന് ISRO. ഇന്ത്യക്ക് ഇത് ചരിത്ര നിമിഷം. ഉപഗ്രഹം ലഗ്രാഞ്ച് പോയിന്റിലേക്ക് യാത്ര തുടങ്ങി. കുപ്രസിദ്ധ മോഷ്ടാവ് അട്ടഗിരീഷ് പിടിയിലായത് കണ്ണൂർ ടൗണിൽ നിന്നും. നിരവധി കവർച്ച, ഭവനഭേദന കേസുകളിലെ പ്രതിയെയാണ് എടക്കാട് പോലീസ് പിടികൂടിയത്. പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടനയുടെ ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്നില്ലെന്ന് ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. ചികിത്സാ പിഴവുകളിൽ നിന്നും രോഗികളെ രക്ഷിക്കാൻ ഈ ദിനം ആചരിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.